ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. നമ്മുടെ ഇന്ന് ക്ലെഫിന്റെ ഒരു സ്പീക്കറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപേ തന്നെ കേട്ടിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം ഒന്നൊന്നര ആഴ്ചയോളമായി നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഒന്നും ആക്ച്വലി ഈ ഒരു സ്പീക്കർ എങ്ങനെയുണ്ട് യഥാർത്ഥത്തിൽ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കും. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ 1990 രൂപയാണ് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രൈസ് ആമസോണിൽ. അപ്പോൾ ഈ ഒരു സ്പീക്കർ ഈ ഒരു പ്രൈസിന് എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട്, ക്വാളിറ്റി എങ്ങനെയുണ്ട്, ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും. അതിന് മുമ്പ് ഈ ബോക്സിലെ കണ്ടന്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബോക്സ്, ക്ലെഫിൻ്റെ ഈ ഒരു സ്പീക്കറിൻ്റെ ബോക്സ് നമുക്ക് കാണാം. വലിയ ഡിസൈനും കാര്യമൊന്നുമില്ല, വളരെ നീറ്റായ ഒരു ബോക്സ് തന്നെയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് സ്പീക്കർ തന്നെയാണ് കാണാൻ സാധിക്കുക. സ്പീക്കറിൻ്റെ ഡിസൈൻ ഇത്തിരി വ്യത്യസ്തമായിട്ടുണ്ട്. അങ്ങനെ ഒരു സാധാരണ ഒരു യൂഷ്വൽ സ്പീക്കർ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായ ഒരു സ്പീക്കറിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് സ്പീക്കർ എടുത്തു കഴിഞ്ഞാൽ അത് കൂടാതെ ഓക്സ് കേബിൾ, അതേപോലെ മൈക്രോ USB കേബിൾ, കുറച്ച് ഡോക്യുമെന്റേഷൻ, ഇത്രയും കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നുണ്ട്. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സ്പീക്കറിലേക്ക് വരാം. സ്പീക്കറിലേക്ക് വരുമ്പോൾ ഇത്തിരി വ്യത്യസ്തമായ ഒരു ഡിസൈനാണ്. ഫ്രണ്ടിലെല്ലാം സ്പീക്കറിൻ്റെ ഗ്രില്ല് വരുന്നത് റിയർ സൈഡിലാണ്. മൊത്തത്തിൽ അലുമിനിയം ബിൽറ്റാണ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ വരുന്നത്. അപ്പോൾ അലുമിനിയം ബിൽഡ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയ ഒരു സ്പീക്കർ തന്നെയാണ്. റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അലുമിനിയം ആണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് റബ്ബറിൻ്റെ ഒരു സെറ്റപ്പാണ് കാണാൻ സാധിക്കുക. സൈഡിലൊരു ലെതറിൻ്റെ ഒരു റിങ് കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അഴിച്ചു വെക്കാനൊക്കെ സാധിക്കും. പക്ഷെ അത് അഴിച്ചു വെക്കുന്നതിനേക്കാൾ അത് അവിടെ ഉള്ളത് തന്നെയാണ് ഒരു ഭംഗി. അപ്പോൾ നല്ലൊരു ബിൽറ്റ് ക്വാളിറ്റി ഉണ്ട്. സ്പ്ലാഷ് പ്രൂഫ് ഒക്കെയാണ്. സ്പ്ലാഷ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ വെള്ളം തെറിച്ചാലും കുഴപ്പമില്ല, വെള്ളത്തിലൊന്നും മുക്കാൻ പാടില്ല, ആ ഒരു രീതിയിലുള്ള റേറ്റിംഗും കാര്യങ്ങളൊക്കെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ റേറ്റിംഗുകളെ കുറിച്ച് ചെറുതായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം പല പ്രൊഡക്റ്റുകളിലും ഈ വാട്ടർ പ്രൂഫ് എന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ട് വെള്ളത്തിൽ മുക്കാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് ഈ വാട്ടർ പ്രൂഫിംഗ് നമ്മുടെ ഫോണിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളിൽ വരുമ്പോൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഐക്കണിലുണ്ട്, വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്താണ് ഈ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ബിൽറ്റ് ക്വാളിറ്റി നല്ല സ്ട്രോങ്ങുമാണ്, നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും കാര്യങ്ങളും ഉണ്ട്, സ്പ്ലാഷ് പ്രൂഫുമാണ്. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒന്ന്, നമുക്ക് പ്ലസ് മൈനസ് ബട്ടണുകൾ ആദ്യം തന്നെ കാണാം. സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ മറ്റ് നെക്സ്റ്റ് പ്രീവിയസ് ട്രാക്കുകളിലേക്ക് മാറാനും ഒക്കെ നമുക്ക് ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കിവിടെ ഒരു ലൈറ്റ്, LED ലൈറ്റ്, ഇതിൻ്റെ ചാർജിങ്ങും അതേപോലെ കണക്ഷൻ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന LED ലൈറ്റ് അതിൻ്റെ സെൻട്രലാണ്. തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഹോൾ കൂടി കാണാം, അതാണ് മൈക്രോഫോൺ. ഇതിന് നമുക്ക് അത്യാവശ്യം കോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുണ്ട്. ഒരു വലിയ ഈ ഒരു 2000 രൂപയുടെ സ്പീക്കർ, അതും ബ്ലൂടൂത്ത് സ്പീക്കറിനകത്ത് ഒരു ഒരു അമേസിംഗ് ആയ ഒരു കോൾ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്. ഒരു ആവറേജ് കോൾ ക്വാളിറ്റി അത് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു അത്യാവശ്യ ഘട്ടത്തിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് ക്വാളിറ്റി. അപ്പോൾ അതിനകത്ത് മൈക്രോഫോണൊക്കെ ഉണ്ട്, അപ്പോൾ കോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. പിന്നെ മറ്റൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കോളിൻ്റെ ബട്ടണും അതേപോലെ പ്ലേ പൗസ് ബട്ടൺ, അങ്ങനെ രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു ബട്ടൺ, ഒരു സെറ്റപ്പ് കാണാം. അതിലാണ് നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ നമുക്ക് ആ ഒരു ബട്ടൺ ഉപയോഗിക്കാം. തൊട്ടപ്പുറത്ത് എന്നൊരു ബട്ടൺ കൂടി കാണാം, മോഡ്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മോഡിലാണെങ്കിൽ നമ്മൾ ഒരു മെമ്മറി കാർഡ്, ഇത് മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ആ ഒരു സെക്ഷൻ കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ ഈ മോഡിൻ്റെ കാര്യം പറയാം. ഈ ഒരു സ്ട്രാപ്പ്, നമുക്ക് ഈ മുകളിൽ കാണുന്ന ഈ റബ്ബർ സ്ട്രാപ്പ് നമുക്ക് തുറക്കാൻ പറ്റും. അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് മെമ്മറി കാർഡിൻ്റെ ഒരു ഓപ്ഷൻ, ഞാനിവിടെ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് മെമ്മറി കാർഡിൽ പാട്ടുകൾ കയറ്റിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ പാട്ടുകൾ ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് കേൾക്കാം. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് വർക്ക് ചെയ്യും. തൊട്ടപ്പുറത്ത് ഓക്സ് കേബിളിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് കാണാം. ഓക്സ് കേബിൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ ഇയർഫോണിൻ്റെ ജാക്കിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് പാട്ട് വരും. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുടെ ആവശ്യമില്ല. ആ കേബിൾ വഴി പാട്ട് കണക്ട് ചെയ്ത് കേൾക്കാനുള്ള ഒരു സംവിധാനമാണ് ഓക്സ് കേബിൾ. അപ്പോൾ ആ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പവർ ഓൺ ഓഫ് ബട്ടണും മൈക്രോ USB പോർട്ടും കാണാം. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടാണ് മൈക്രോ USB പോർട്ട്. കേബിൾ നമുക്ക് ഓൾറെഡി ഈ ബോക്സിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഈ മെമ്മറി കാർഡ് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നമ്മൾ ഓൺ ചെയ്ത അപ്പോൾ തന്നെ പ്ലേയിങ് TF ഫയൽസ്, അതായത് മെമ്മറി കാർഡിലുള്ള ഫയൽസ് ഡയറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമുക്ക് ബ്ലൂടൂത്തിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ആ M എന്നുള്ള ബട്ടൺ, അതിനാണ് M ബട്ടൺ. ആ M മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ബ്ലൂടൂത്ത് മോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലൂടൂത്ത് മോഡിലേക്ക് മാറും. അങ്ങനെയാണ് നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ മെമ്മറി കാർഡ് ഇട്ടാലാണ് ആ ഒരു സംഭവം വരുള്ളൂ, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ബ്ലൂടൂത്ത് മോഡിൽ തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് നമുക്ക്. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുപോലെ തന്നെ അടച്ചു വെക്കണുണ്ടോ. കാര്യം വേറൊന്നുമല്ല, ഇത് സ്പ്ലാഷ് പ്രൂഫാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അടച്ചു വെച്ചില്ലെങ്കിൽ വീണ്ടും എങ്ങനെയെങ്കിലും വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് വെള്ളം കയറാനും നശിച്ചു പോകാനായിട്ട് വരും. അപ്പോൾ അതിനുള്ളൊരു കോട്ടിങ് കൂടിയാണ്, ഒരു കവറിങ് കൂടിയാണ് ഈ പറയുന്ന സ്ട്രാപ്പ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ചാർജിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടച്ചു വെച്ചത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ക്വാളിറ്റിയും കാര്യങ്ങളും ഫങ്ഷൻസും ഒക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ലൈഫ് നോക്കി കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് നമുക്കിത് ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കും.
ചാർജ് ആയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു 5-6 മണിക്കൂർ വരെ ഫുൾ സൗണ്ടിൽ ഇവൻ ഏകദേശം ഒരു 90 ആ ഒരു റേഞ്ചിലൊക്കെ സൗണ്ട് വെച്ചാൽ നമുക്കൊരു 5-6 മണിക്കൂർ വരെയൊക്കെ 5 മണിക്കൂറൊക്കെ എങ്ങനെയായാലും ബാറ്ററി ലൈഫ്. പക്ഷെ അത്രയും സൗണ്ട് നമുക്ക് വെക്കേണ്ടി വരില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എൻ്റെ റൂമിൽ ഇത് പ്ലേ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ആ റൂമിലേക്ക് ഒരു 50 അല്ലെങ്കിൽ ഒരു 60-70 മാക്സിമം ആ ഒരു റേഞ്ചിൽ വെക്കുമ്പോൾ തന്നെ ആ റൂമിലേക്കുള്ള സൗണ്ട് സഫീഷ്യൻ്റ് ആയി. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് 5-6 മണിക്കൂറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും സൗണ്ട് വേണ്ടി വരില്ല. സൗണ്ട് ഒരു 50-60 റേഞ്ചിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു നോർമൽ സൗണ്ടായി. അതിൻ്റെ ഒപ്പം ബാറ്ററി ലൈഫ് ഈ പറഞ്ഞ 8 മണിക്കൂർ, കമ്പനി 8 മണിക്കൂറാണ് പറയുന്നത്, ആ 8 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ മീഡിയം റേഞ്ചിൽ സൗണ്ട് വയ്ക്കുമ്പോൾ 8 മണിക്കൂറോളം കിട്ടുന്നുണ്ട്. നമ്മളത് 1-2 തവണ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം നല്ല ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്കാണ്. സൗണ്ട് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബേസ്. നിങ്ങൾക്ക് എൻ്റെ കയ്യിലേക്ക് നോക്കിയാൽ അറിയാം, ഏകദേശം നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം എത്ര വലുപ്പമുണ്ടാകും. 2000 രൂപയുടെ ഒരു സ്പീക്കറാണ്. ഇത്രയധികം മെമ്മറി കാർഡ് അടക്കമുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, ബെൽറ്റ് ക്വാളിറ്റി ഉണ്ട്, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഇത്രയും കോമ്പാക്റ്റ് കൂടിയാണത്. അപ്പോൾ ഇത്രയും ചെറിയൊരു സ്പീക്കറിനകത്ത് നിന്ന് കിട്ടാവുന്ന ഒരു മാക്സിമം നല്ല ബേസും കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ബേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പീക്കർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും. നല്ല ബേസ് ഉള്ള ഒരു സ്പീക്കറാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബേസ് എന്ന് പറയുമ്പോൾ ലോസും നല്ല ലെവലിൽ കിട്ടുമെന്ന് പറയുമ്പോൾ ബാക്കി ഹൈസും മിഡ്സും ഒക്കെ മ്യൂട്ടായി പോകുന്നൊരു സാഹചര്യമൊന്നും ഇതിനകത്ത് വരുന്നില്ല. നല്ല ക്ലാരിറ്റിയും നമുക്ക് സൗണ്ടിന് കിട്ടുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്പീക്കറാണ്. അതായത് എല്ലാ തരത്തിലുള്ള ഒരു ഓവറോൾ സൗണ്ട് ക്വാളിറ്റി നോക്കിയാൽ ബെസ്റ്റ്. ധൈര്യമായിട്ട് നമുക്ക് നന്നായിട്ട് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു ക്വാളിറ്റിയുള്ള സൗണ്ട് ഇതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസിന് ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി വൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള യാതൊരു ചാൻസും ഇല്ല. നല്ല ബേസും കാര്യങ്ങളടക്കം നല്ലൊരു സ്പീക്കറാണ്. പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് റേഞ്ചും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റൂമിൽ നിന്ന് തൊട്ടടുത്ത റൂമിൽ വരെയൊക്കെ സുഖമായിട്ട് കൊണ്ടുവച്ച് നമുക്ക് പാട്ട് കേൾക്കാം. നോർമലി ബ്ലൂടൂത്തിനൊക്കെ ഒരു റേഞ്ച് ആ ലെവലിൽ തന്നെയാണ് വരുന്നത്. ആ ഒരു റേഞ്ചും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു അഡീഷണൽ ഫീച്ചർ കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ 2 നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു സ്റ്റീരിയോ സൗണ്ട് എഫക്റ്റ് 2 ചാനൽ ലെഫ്റ്റ് റൈറ്റ് ചാനലുകളായിട്ട് ഇത് വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 സൈഡിലൊക്കെ വെച്ചുകൊണ്ട് സറൗണ്ടിങ് സൗണ്ടിലൊക്കെ ഇട്ടുകൊണ്ട് പാട്ട് കേൾക്കാനുള്ള ഒരു സംവിധാനം കിട്ടും. 2 വാങ്ങിച്ചിട്ട് 2 തമ്മിൽ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു സംഭവം കിട്ടുക. അപ്പോൾ 4000 രൂപയോളം വരും പ്രൈസ്. അത് നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം പ്ലാൻ ചെയ്യുക. എന്തായാലും ആ ഒരു ഫീച്ചർ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് 2000 രൂപയ്ക്ക് എന്തായാലും വെർത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. നല്ല സ്ട്രോങ് ആയ ബിൽറ്റ് ക്വാളിറ്റിയും ഫ്ലാഷ് പ്രൂഫും അതേപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി, നല്ല ബേസും ക്ലാരിറ്റിയും ഒക്കെ ആയിട്ട് ബാറ്ററി ലൈഫോട് കൂടിയ നല്ലൊരു ബ്ലൂടൂത്ത് സ്പീക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. അപ്പം തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ കമൻറ്റ് വഴി ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.